പാലക്കാട് നിന്ന് സച്ചിൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ചൂടിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം ചൂടാണ്, ഗൾഫിലെ ചൂടാണ് പാലക്കാട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സച്ചിനോട് ചോദിക്കാം, എന്താണ് പാലക്കാട്, എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എങ്ങനെയുണ്ട് ചൂട്? മനു പോലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് ജില്ലയിൽ എത്തിയപ്പോൾ അനുഭവിച്ചതാണ് പാലക്കാട്ടെ ചൂടിന്റെ ഒരു അനുഭവം. അന്ന് മുതൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി ചൂട് കടുത്ത രീതിയിൽ തന്നെ പാലക്കാട് ജില്ലയിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ എത്ര ഡിഗ്രി ഉണ്ടാകുമെന്നാണ് നൽകുന്നൊരു മുന്നറിയിപ്പ്? മനു അന്ന് പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഒരു ശമനമുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കാലം പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു ചൂട് കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ നിലവിൽ 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്ടെ ചൂട് ഇന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടിലുള്ളത്. കാരണം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത ചൂട് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം വിവിധ ഭാഗങ്ങളിൽ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരം വെതർ സ്റ്റേഷനുകളിൽ കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കിനേക്കാൾ കൂടുതൽ ചൂടാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇത് ഔദ്യോഗികമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അംഗീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കാരണം വിവിധ ഭാഗങ്ങൾ, കൊല്ലങ്കോട്, അതുപോലെ തന്നെ മങ്കര, മലമ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചൂട് തന്നെയാണ് വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ കനത്ത ജാഗ്രതയോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം പാലക്കാട് നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരത്തിൽ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച്, ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചൊക്കെ കുടിവെള്ള വിതരണം നടത്തണം എന്ന നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പൊതു ഇടങ്ങളിലൊക്കെ കുടിവെള്ള സൗകര്യം, തണ്ണീർപ്പന്തൽ എന്ന ഒരു പദ്ധതി രൂപീകരിക്കണം എന്ന നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല മൃഗാദികൾക്കൊക്കെ സൂര്യാഘാതം ഏൽക്കുന്ന ഒരു സാധ്യതയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ മൃഗാദികൾക്ക്, വളർത്തുമൃഗങ്ങൾക്കടക്കം സുരക്ഷയൊരുക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളെ താമസിപ്പിക്കുന്ന കൂടുകളിലും അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലും വായു സഞ്ചാരം കടക്കണം. കൂടുകളുടെ മേൽക്കൂരകളിൽ ചൂട് ശക്തമാകാത്ത രീതിയിലുള്ള പച്ചപ്പ് വളർത്തുകയോ അല്ലെങ്കിൽ ചണച്ചാക്ക് വിരിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശമുണ്ട്. കൂടുകൾക്കകത്ത് ഫാനോ അല്ലെങ്കിൽ മറ്റ് കൂളർ സംവിധാനങ്ങളോ ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ രോമങ്ങൾ കൂടുതലുള്ള മൃഗങ്ങൾക്ക് രോമങ്ങൾ വെട്ടി അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നടത്തണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓഡിറ്റിംഗ് സൗകര്യവും ജില്ലാ മൃഗാശുപത്രികൾ, അതുപോലെ തന്നെ പ്രാദേശിക മൃഗാശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്.